ഭൂമി പിളർന്നു, കടൽ പിൻവാങ്ങി, നഗരങ്ങൾ തകർന്നു. വെനീസ്വലയെ വേട്ടയാടുന്ന മഹാഭൂകമ്പങ്ങളുടെ ഭയാനക ചരിത്രമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കിക്കാണാൻ പോകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ ഭൂപടവും അതേപോലെ തന്നെ ചരിത്രവും ഒരേപോലെ മാറ്റിമറിച്ച സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ. എന്നാൽ ഭൂകമ്പങ്ങളുടെ കാര്യത്തിൽ വെനീസ്വലയെ പോലെ ആവർത്തിച്ച് പ്രകൃതിയുടെ കോപത്തിനിരയായിട്ടുള്ള രാജ്യങ്ങൾ വളരെ വിരളമാണ്. കോപത്തിനിരയായിട്ടുള്ള രാജ്യങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ശക്തമായിട്ടുള്ള ഭൂചലനങ്ങൾ, വിനാശകരമായിട്ടുള്ള സുനാമികൾ, ആയിരക്കണക്കിന് മനുഷ്യജീവനുകളുടെ നഷ്ടം, അതേപോലെ തന്നെ നഗരങ്ങളുടെ തകർച്ച, നദികളുടെ ഗതിമാറൽ തുടങ്ങി അനേകം ദുരന്തങ്ങൾക്കാണ് വെനീസ്വല ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. 2026 പുതിയ മഹാഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ നടക്കിയിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പങ്ങൾ വീണ്ടും ലോകശ്രദ്ധ നേടുകയാണ്. വെനീസ്വലയുടെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരന്തമായിട്ട് ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് 1812 മാർച്ച് 26 ഉണ്ടായിട്ടുള്ള കാരക്കാസ് വർഗാസ് ഭൂകമ്പമാണ്. വൈകുന്നേരം ഏതാണ്ട് 4:30 ഉണ്ടായിട്ടുള്ള ഈ മഹാഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏതാണ്ട് 7.7 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. വെറും നിമിഷങ്ങൾക്കുള്ളിൽ കാരക്കാസും സമീപ പ്രദേശങ്ങളും തകർന്നടിഞ്ഞു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 15,000 മുതൽ 20,000 വരെ ആളുകളാണ് ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ആ ഭൂകമ്പത്തിൻ്റെ ഗതി അത്രത്തോളം വലുതായിരുന്നു. നിരവധി നദികളുടെ ഗതി മാറുകയും പുതിയ തടാകങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. കാരക്കാസ് താഴ്വരയിലെ ജലസ്രോതസ്സുകൾ മലിനജലത്താൽ നിറഞ്ഞതോടെ ആരോഗ്യ പ്രശ്നങ്ങളും രൂക്ഷമായി. അതുപോലെ തന്നെ നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെ മറ്റൊരു നഗരത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം അന്നത്തെ ഗസറ്റഡി കാരക്കാസ് മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഏതാണ്ട് 60 വർഷങ്ങൾക്ക് ശേഷം 1875 മെയ് 18 വെനിസ്വല കൊളംബിയ അതിർത്തി പ്രദേശത്തെ കുക്കൂട്ടയിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പവും ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നായിട്ട് മാറി. എന്ന് വെച്ചാൽ അന്നത്തെ വെനീസ്വലയുടെ ഭാഗമായിരുന്ന കുക്കൂട്ട മേഖലയിൽ 6.75 മുതൽ 7.5 വരെ തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനം ഏകദേശം 55 സെക്കൻഡ് നീണ്ടു നിന്നു എന്നുള്ളതാണ്. അതിർത്തി പ്രദേശമായതിനാൽ തന്നെ വെനീസ്വലയിലും അതേപോലെ തന്നെ കൊളംബിയയിലും ഒരുപോലെ വൻ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. അവിടുത്തെ അന്നത്തെ ദുരന്തത്തിൽ ഏതാണ്ട് ഔദ്യോഗിക രേഖകളിൽ 1000-ഓളം മരണങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും യഥാർത്ഥ മരണസംഖ്യ എന്ന് പറയുന്നത് 10,000 മുതൽ 16,000 വരെ ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാരെ വിലയിരുത്തുന്നത്. പിന്നീട് 1853 വെനിസ്വലയുടെ തീരദേശ സംസ്ഥാനമായിട്ടുള്ള സുക്രേനിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പം അത് മറ്റൊരു ഭീതിജനകമായിട്ടുള്ള ഒരു അധ്യായമാണ്. എന്ന് വെച്ചാൽ കുമാന നഗരത്തെ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് 6.9-നും 7.5-നും ഇടയിലായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ദുരന്തത്തെ വ്യത്യസ്തമാക്കിയത് ഭൂചലനത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള സുനാമി ആയിരുന്നു. ചരിത്ര രേഖകൾ പ്രകാരം ഭൂകമ്പത്തിന് ശേഷം കടൽ പെട്ടെന്ന് പിൻവാങ്ങുകയും അതേപോലെ തന്നെ തുടർന്ന് ഏകദേശം 49 അടി ഉയരമുള്ള തിരമാലകളായിട്ട് കരയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ മരണസംഖ്യയുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും വലിയ ജനനാശവും അതേപോലെ തന്നെ ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റങ്ങളും ഈ ദുരന്തം സൃഷ്ടിച്ചതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പിന്നീട് ഒരു ഭൂകമ്പം എന്ന് പറയുന്നത് 1900 ഒക്ടോബർ 29 ഉണ്ടായിട്ടുണ്ടായിരുന്ന മിറാൻഡ ഭൂകമ്പമാണ്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സാൻ നാർസിസോ ഭൂകമ്പം എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. 7.6 മുതൽ 7.7 വരെ തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഭൂചലനത്തിൽ കുറഞ്ഞത് 140 പേര് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഭൂകമ്പത്തിന് പിന്നാലെ മാസങ്ങളോളം 250-ലധികം തുടർചലനങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ചില പ്രദേശങ്ങളിൽ 300 മീറ്റർ വരെ നീളമുള്ള വലിയ ഭൂവിള്ളലുകൾ രൂപപ്പെട്ടത് അതായത് ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ 1894 ഏപ്രിൽ 29 മെറിഡയിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പവും വെനിസ്വലയുടെ ചരിത്രത്തിലെ തന്നെ പ്രധാന ദുരന്തങ്ങളിൽ ഒന്നാണ്. റിക്ടർ സ്കെയിലിലെ 7.0 തീവ്രതയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഭൂചലനത്തിൽ ഏതാണ്ട് 319 മുതൽ 350 വരെ ആളുകൾ കൊല്ലപ്പെട്ടു. ഭൂചലനത്തെ തുടർന്ന് വലിയ ഭൂവിള്ളലുകൾ രൂപപ്പെടുകയും ചില സ്ഥലങ്ങളിൽ നിന്ന് ചെളി, എണ്ണ, പ്രകൃതിവാതകം എന്നിവ പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു. പ്രശസ്ത പത്രമായിട്ടുള്ള എൽ ലാപ്സിയുടെ ഓഫീസ് പൂർണ്ണമായിട്ടും തകർന്നെങ്കിലും അതിൻ്റെ എഡിറ്ററായിട്ടുള്ള ടുലിയോ
ഫെബ്രസ് കോർഡെറോ അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യവുമാണ്. സമീപകാല ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭൂകമ്പങ്ങളിൽ ഒന്നാണ് 2018 ഓഗസ്റ്റ് 21 സുക്രൈൻ ഉണ്ടായിട്ടുള്ള 7.3 എന്ന തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനം. ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 123 കിലോമീറ്ററിലധികം ആഴത്തിൽ രൂപപ്പെട്ടതിനാൽ തന്നെ നാശനഷ്ടം താരതമ്യേന കുറവായിരുന്നു. എന്നിരുന്നാലും 1900 ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഭൂകമ്പമായിട്ട് ഇത് കണക്കാക്കപ്പെട്ടു. 5 പേർ കൊല്ലപ്പെടുകയും 122 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2026 യാരാക്കൂയി ഭൂകമ്പം വെനിസ്വലയെ വീണ്ടും ദുരന്തത്തിൻ്റെ ഇരുളുകളിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂചലനങ്ങളാണ് രാജ്യത്തെ നടുക്കിയത്. കാരാബോംബ സംസ്ഥാനത്തെ, അതായത് മൊറോണിനടുത്ത് വെറും 10 കിലോമീറ്റർ താഴ്ചയിൽ ഉണ്ടായിട്ടുള്ള ഈ ഭൂചലനങ്ങൾ വൻ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിലവിൽ ഏതാണ്ട് 235 മരണങ്ങളും 4300 പരിക്കുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ടെന്ന് USGS മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ 30 തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏകദേശം 40,000 പേരെ കാണാതായതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് വെനീസ്വലയ്ക്ക് വെറും പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല, അവ രാജ്യത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ചരിത്രത്തെയും അതേപോലെ തന്നെ ആഴത്തിൽ സ്വാധീനിച്ച സംഭവങ്ങളാണ്. ഓരോ വലിയ ഭൂചലനവും രാജ്യത്തിൻ്റെ ഭൂപടം തന്നെ മാറ്റിമറിച്ചപ്പോൾ ജനതയുടെ അതിജീവന മനോഭാവത്തെയും അത് പരീക്ഷിച്ചു എന്നുള്ളതാണ്. 2026 പുതിയ ദുരന്തം രാജ്യത്തെ വീണ്ടും ഒരു വലിയ പുനർനിർമ്മാണം വെല്ലുവിളിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്.